എന്തുകൊണ്ടാണ് ചില മാധ്യമ പ്രവർത്തകർ ചാനൽ ചർച്ചകളിൽ കിടന്ന് അലയ്ക്കുന്നത്? അവർക്ക് മര്യാദയ്ക്ക് സംസാരിച്ചുകൂടെ? കുറച്ച് ശാന്തമായി. കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ആർക്ക് വേണ്ടി? ഉദാഹരണത്തിന് റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട്. ഒരു സമയത്ത് അവരുടെ ചർച്ചകൾ കാണുമ്പോൾ ജനങ്ങൾ വിചാരിച്ചു അവർ തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകയാണ്. മാധ്യമധർമ്മത്തെക്കാളും അവർ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ചില ചർച്ചകളിൽ അവർ സംസാരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയല്ല, ചില കാൻഡിഡേറ്റ്സിന് വേണ്ടിയാണ് എന്ന് തോന്നിപ്പോകുന്നു. എന്തിനാണ് ഇങ്ങനെ? ന്യായമായും ജനങ്ങൾ TV ചാനലുകൾ കാണുന്നത് വാർത്ത അറിയാനും പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിനും സമൂഹത്തിൽ എന്താണ് നടക്കുന്നതെന്നും സത്യമായ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയല്ലേ? നിങ്ങളുടെ ഒരു പക്ഷപാതം നിറഞ്ഞ ആംഗിൾ കൊണ്ട് നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റിൽ കൂടെ മാത്രം കാണേണ്ട ഗതികേട് എന്തുകൊണ്ട് കേരള ജനതയ്ക്ക് വന്നിരിക്കുന്നു? സ്മൃതി മാത്രമല്ല, ഏത് മാധ്യമ പ്രവർത്തകനാണെങ്കിലും, ഉദാഹരണത്തിന് അരുൺ ഓർ വിനു ഓർ എനിവൺ ഫ്രം എനി ചാനൽസ്, നിങ്ങളുടെ ഒരു വ്യൂവിലൂടെ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് വാർത്തകളെ ഓർ ഓരോ സിറ്റുവേഷൻസിനെ പ്രസൻറ്റ് ചെയ്യുന്നു? നിങ്ങൾ വെച്ചിരിക്കുന്ന കണ്ണാടിയുടെ കളറിലൂടെ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ കാഴ്ചകൾ നൽകുന്നു? കാര്യങ്ങളെ കൂടുതൽ വിശാലമായി കണ്ട് ജനങ്ങൾക്ക് അവലോകനം ഓർ വിശകലനം ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തുകൂടെ? നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക, പക്ഷേ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി എന്തിന് നിങ്ങൾ ഘോരം പ്രസംഗിക്കുന്നു? എന്തിന് നിങ്ങൾ ജനങ്ങളുടെ ബ്രെയിനെ വാഷ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു? ചർച്ചകളിൽ എന്തുകൊണ്ട് നിങ്ങൾ വരുന്ന പ്രതിനിധികൾക്ക് സമാധാനമായി സംസാരിക്കാനും അവരുടെ വ്യൂസ് പറയാനുമുള്ള അവസരം കൊടുക്കുന്നില്ല? നിങ്ങൾ ജസ്റ്റ് ഒരു മോഡറേറ്റർ അല്ലേ? മോഡറേറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മോഡറേറ്ററുടെ ജോലി വിട്ടിട്ട് ഒരു അലപ്പറയായി മാത്രം പ്രവർത്തിക്കുന്നു? ദയവ് ചെയ്ത്, ഇത് വളരെ അഗ്ലിയാണ്, ആർക്കും താല്പര്യമില്ല. പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളുടെ മീഡിയയുടെ ഓർ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റേസ് ചെയ്യേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ഒരു ഓപ്ഷനില്ല, അതാണ് ജനങ്ങൾ അധികം